സംഖ്യകളിൽ വെച്ച് അനഭിലഷണീയമായി പൊതുവെ കരുതപ്പെടുന്ന ഒന്നാണ് 13 എന്ന സംഖ്യ. തിരുവെഴുത്തുകളിൽ മാത്രമല്ല, മറ്റു വ്യവഹാരങ്ങളിൽ പോലും 13 വർജ്യമായി കാണപ്പെടുന്നു. 13 അംഗ മന്ത്രിസഭകൾ കലഹിച്ച് തമ്മിൽ ഭിന്നിച്ച് താളടിയായി വീണ ചരിത്രം നമ്മുടെ കേരളത്തിലുമുണ്ട്. അമേരിക്കയിലും മറ്റും 12 കഴിഞ്ഞ് അമംഗളകാരിയായ 13-ന് പകരം 12A 12A എന്ന് ക്രമസംഖ്യ നൽകുന്ന ഹോട്ടലുകൾ വിരളവുമല്ല. 13-ാം നമ്പർ കെട്ടിടത്തിലോ മുറിയിലോ താമസിക്കുന്നത് പലരെയും വീർപ്പുമുട്ടിക്കുന്ന പ്രശ്നമാണ്. തിരുവെഴുത്തുകളിലാകട്ടെ മത്സരത്തെയും വിശ്വാസത്യാഗത്തെയും വ്യഞ്ജിപ്പിക്കുകയാണ് 13. ഭരണപരമായ ക്രമത്തെ സൂചിപ്പിക്കുകയാണ് 12. ഒരു ക്രമത്തെ തുടർന്ന് ക്രമത്തകർച്ച സ്വാഭാവികമാണല്ലോ. ദൗർഭാഗ്യം, ദുഃഖം, ദുരന്തം, കലഹം, മത്സരം, വിശ്വാസത്യാഗം എന്നിങ്ങനെ അനഭിലഷണീയമായ കാര്യങ്ങളെ ഉൾക്കൊള്ളുകയാണ് 13. പ്രസ്തുത സംഖ്യയാൽ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന ബൈബിളിലെ അധ്യായങ്ങളെല്ലാം തന്നെ ഏതെങ്കിലും വിധത്തിലുള്ള ശോചനീയ വൃത്താന്തത്തെ പരാമർശിക്കുന്നു. ഉൽപ്പത്തി 13-ൽ ഒന്നാമത്തെ കുടുംബകലഹം പ്രസ്താവിക്കപ്പെട്ടു. എന്നാൽ 14-ാം അധ്യായത്തിലാണ് 13-നെ കുറിച്ചുള്ള ആദ്യ പരാമർശം ലഭിക്കുന്നത്. അവർ 12 സംവത്സരം കെദോർ ലയോമെരിന് കീഴടങ്ങിയിരുന്നു. 13-ാം സംവത്സരത്തിൽ മത്സരിച്ചു. ഉൽപ്പത്തി 14:14. ഉൽപ്പത്തി 1-ാം അധ്യായത്തിലെ 2-ാം വാക്യത്തിൽ 52 അക്ഷരങ്ങളുണ്ട്. ഇത് 13-ന്റെ 4 ഇരട്ടിയാണല്ലോ. ഭൂമി പാഴും ശൂന്യവുമായതിൻ്റെ പിന്നിലുള്ള മത്സരവും വിശ്വാസത്യാഗവും പ്രസ്തുത വാക്യത്തിലെ അക്ഷരസംഖ്യയിലൂടെ മാർമികമായി വെളിപ്പെടുത്തുകയാണ്. ഇസ്മായേലിനോടുള്ള ബന്ധത്തിലാണ് 13-ന്റെ 2-ാമത്തെ സൂചന നമുക്ക് ലഭിക്കുന്നത്. അബ്രഹാം ഇസ്മായേലിനെ പരിച്ഛേദന കഴിച്ചപ്പോൾ അവന് 13 വയസ്സായിരുന്നു. ഉൽപ്പത്തി 17:25. അവൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ മത്സരം നിഴലിട്ട് കഴിഞ്ഞു. അവൻ കാട്ടുകഴുതയെപ്പോലെയുള്ള മനുഷ്യനായിരിക്കും. അവൻ്റെ കൈ എല്ലാവർക്കും വിരോധമായും എല്ലാവരുടെയും കൈ അവന് വിരോധമായും ഇരിക്കും. അവൻ തൻ്റെ സകല സഹോദരന്മാർക്കും എതിരെ പാർക്കും. ഉൽപ്പത്തി 16:12. അനന്തരകാല ചരിത്രം ഈ സത്യത്തിൻ്റെ വിശദീകരണം മാത്രമായിരുന്നു. ഇസ്മായേൽ ഒരിക്കലും വാഗ്ദത്ത സന്തതിയായിരുന്നില്ല. അറബികൾ ഇസ്മായേലിൻ്റെ 12 പുത്രന്മാരിലൂടെയുള്ള സന്തതികളാണ്. മറ്റു ജാതികളുടെ ഇടയിൽ വസിച്ചിട്ടും അവർ ഇന്നും തങ്ങളുടെ സ്വാതന്ത്ര്യവും സ്വത്വവും കാത്തു പരിപാലിച്ചു പോരുന്നു. യഹോവയുടെ വചനം പോലെ എല്ലാവരുടെയും കൈ അവന് വിരോധമാണ്. ഈജിപ്റ്റ് അവരെ ആക്രമിക്കുവാൻ ശ്രമിച്ചു, പരാജയമടഞ്ഞു. മഹാനായ അലക്സാണ്ടറെ അവർ അംഗീകരിച്ചില്ല. അറബികളെ കീഴ്പ്പെടുത്തുവാനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കുന്നതിന് മുമ്പ് അദ്ദേഹം മരണമടഞ്ഞു. പോംപിയുടെ ശ്രമവും ഫലവത്തായില്ല. പരാക്രമശാലിയായ നെപ്പോളിയന് പോലും അറബികളെ പരാജയപ്പെടുത്തുവാൻ സാധിച്ചിട്ടില്ല. പക്ഷേ അവർ പരാജയത്തിൻ്റെ പല്ലവി പാടിത്തുടങ്ങിയത് ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിനോടാണ്. ഇസ്മായേൽ ദാസിപുത്രനാണ്. ഗലാത്യ ലേഖനത്തിൽ ജഡപ്രകാരം ജനിച്ചവരുടെ മുൻകുറിയാണ് ഇസ്മായേൽ പറയപ്പെട്ടിരിക്കുന്നത്. നാമോ സഹോദരന്മാരെ ഇസഹാക്കിനെ പോലെ വാഗ്ദത്തത്താൽ ജനിച്ച മക്കളാകുന്നു. എന്നാൽ ജഡപ്രകാരം ജനിച്ചവർ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്നു. തിരുവെഴുത്തോ എന്തു പറയുന്നു? ദാസിയെയും മകനെയും പുറത്താക്കി കളക. ദാസിയുടെ മകൻ സ്വതന്ത്രയുടെ മകനോടുകൂടെ അവകാശിയാകയില്ല. അങ്ങനെ സഹോദരന്മാരെ, നാം ദാസിയുടെ മക്കളല്ല, സ്വതന്ത്രയുടെ മക്കളത്രേ. ഗലാത്യർ 4:28-31 വരെ. ഇപ്പോഴത്തെ മത്സരം ജഡപ്രകാരം ജനിച്ചവരും ആത്മപ്രകാരം ജനിച്ചവരും തമ്മിലാണ്. ജഡവും ആത്മാവും തമ്മിൽ നിത്യശത്രുതയിലാണല്ലോ. ജഡത്തെ ഒരിക്കലും നന്നാക്കുവാൻ കഴിയുകയില്ല. ഇസ്മായേലിന്റെ വംശപാരമ്പര്യം വർണ്ണിക്കുന്ന ഉൽപ്പത്തി 25-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലെ അക്ഷരങ്ങളുടെ സംഖ്യാവില 4836 ഇത് 13-ന്റെ ഗുണിതവുമാണ്. മത്സരത്തിൻ്റെ സംഖ്യ ഒരു വ്യക്തിയിൽ പൂർണ്ണമായി മുദ്രിതമായി നാം കാണുന്നത് യൊക്താനിലാണ്. ഉൽപ്പത്തി 10-ാം അധ്യായം 25 മുതൽ 29 വരെയുള്ള വാക്യത്തിൽ യൊക്താന്റെ പാരമ്പര്യം കാണാം. ശേമിൻ്റെ സന്തതികളെക്കുറിച്ച് പറയുമ്പോൾ 13-ാമത്തെ പേരായി യൊക്താൻ നിർദ്ദേശിക്കപ്പെടുന്നു. 1 ഏലാം, 2 അശൂർ, 3 അർപ്പക്ഷാദ്, 4 ലൂദ്, 5 അരാം, 6 ഊസ്, 7 ഹൂൾ, 8 ഗേഥർ, 9 മഷ്, 10 ഷാലഹ്, 11 ഏബർ, 12 പേലെക്, 13 യൊക്താൻ. യൊക്താന്റെ നാമാക്ഷര സംഖ്യ 169.
അഥവാ 13 ഗുണം 13 യൊക്താന്റെ മക്കളുടെ എണ്ണം 13. 13 പേരുടെയും പേരുകളുടെ സംഖ്യാമൂല്യം എന്ന് പറയുന്നത് 2756. ഈ വംശാവലിയെ കുറിക്കുന്ന ഭാഗത്തിന്റെ അഥവാ ഉൽപ്പത്തി 10:25 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ അത് മുഴുവൻ അക്ഷരസംഖ്യാവില 10647. 13 ഗുണം 13 ഗുണം 63. ദക്ഷിണ അറേബ്യയിൽ വാസമുറപ്പിച്ച യൊക്താന്റെ സന്തതികളാണ് സാരസന്മാർ. ദൈവത്തിൻ്റെയും ദൈവജനത്തിൻ്റെയും ബദ്ധവൈരിയാണ് സാത്താൻ. മത്സരിയും എല്ലാ മത്സരങ്ങൾക്കും മൂലകാരണവും അവൻ തന്നെയാണ്. തിരുവെഴുത്തുകളിൽ അവനെ കുറിക്കുന്ന പദങ്ങളും പ്രയോഗങ്ങളും 13ന്റെ ഗുണിതങ്ങളാണ്. എബ്രായ ഗ്രീക്ക് പ്രയോഗങ്ങൾ പരിശോധിച്ചാൽ ഈ സത്യം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. സാത്താൻ എബ്രായ ഭാഷയിൽ 364 എന്ന സംഖ്യയാണ്. 13 ഗുണം 28. സാത്താൻ ഗ്രീക്കിൽ 2197. 13 ഗുണം 13 ഗുണം 13. പഴയ പാമ്പായ സാത്താൻ ഹോ ഒഫീസ് ഹോ അർഖയോസ് കായ് ഹൊസാറ്റാനാസ് 2756. 13 ഗുണം 212. ഹസേറാഫ് അഗ്നിസർപ്പം സംഖ്യ 21:8. 585. 13 ഗുണം 45. ഡ്രാക്കോൻ മഹാസർപ്പം വെളിപ്പാട് 12:3. 975. 13 ഗുണം 75. ഒഫീസ് സർപ്പം 780. 13 ഗുണം 60. പൈരാട്സോൺ പരീക്ഷകൻ മത്തായി 4:3. 1053. 13 ഗുണം 81. ഹോ ആന്ത്രോപൊക്ടോനോസ് 1820. 13 ഗുണം 140. കൊലപാതകൻ യോഹന്നാൻ 8:44. ഹൊസ്ലയോൻ സിംഹമെന്ന പോലെ 1 പത്രോസ് 5:8. 1885. 13 ഗുണം 145. ഹോ ആന്റിഡിക്കോസ് ഹ്യൂമോൻ 6032. 13 ഗുണം 464. ഡയാബലോസ് ഹോസ് ലെയോൻ ഓർവോ മെനോസ് നിങ്ങളുടെ പ്രതിയോഗിയായ പിശാജ് അലറുന്ന സിംഹം എന്ന പോലെ 1 പത്രോസ് 5:8. ഹോ കലുമനോസ് ഡയാബൊലോസ് കായ് ഹൊസാറ്റനസ് പിശാജും സാത്താനും എന്ന് വിളിക്കപ്പെട്ട വെളിപ്പാട് 20:2. 2197. 13 ഗുണം 13 ഗുണം 13. ഡൈമോനിയ ഹെപ്റ്റ 7 ഭൂതങ്ങൾ 572. 13 ഗുണം 44. ലൂക്കോസ് 8:2. ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നു. 5577. 13 ഗുണം 13 ഗുണം 33. യോഹന്നാൻ 16:11. അവൻ ഭോഷ്കു പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. 7072. 13 ഗുണം 544. അവൻ ഭോഷ്കു പറയുന്നവനാകുന്നു. യോഹന്നാൻ 8:44. അസസേലിന് ചീട്ട് വീണ ആട് 585. 13 ഗുണം 45. ലേവ്യ പുസ്തകം 16-ാം അധ്യായം 8, 10, 26 വാക്യങ്ങൾ. ബയൽസെബൂബ് 598. 13 ഗുണം 46. 2 രാജാക്കന്മാർ 1-2. ബെലിയാൽ 2 കൊരിന്ത്യർ 6:15. 78. 13 ഗുണം 6. ഇത്രയുമാണ് ഓരോ വാക്കുകളുടെയും എബ്രായ ഗ്രീക്ക് പ്രയോഗങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമാക്കുന്ന ഗുണിതങ്ങളും സംഖ്യാവിലയും. പിശാചിനെ ആദ്യമായി അവതരിപ്പിക്കുന്ന ഉൽപ്പത്തി 3-ാം അധ്യായത്തിൽ തന്നെ 13ന്റെ പ്രഭാവം പ്രസ്പഷ്ടമാണ്. എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. ഉൽപ്പത്തി 3:1. ആ വാക്യാംശത്തിൻ്റെ സംഖ്യാമൂല്യം 1521 അഥവാ 13 ഗുണം 13 ഗുണം 9. യെശയ്യാ പ്രവചനത്തിലെ 27-ാം അധ്യായം 1-ലെ വിദ്രുത സർപ്പമായ ലിവ്യാഥാൻ 1170. 13 ഗുണം 90. വക്രസർപ്പമായ ലിവ്യാഥാൻ 1014. 13 ഗുണം 13 ഗുണം 6. സമുദ്രത്തിലെ മഹാസർപ്പം 1469. 13 ഗുണം 113 എന്നീ പ്രയോഗങ്ങളുടെയും സകല ഫെലിസ്ത്യ ദേശവുമായുള്ളവേ, നിന്നെ അടിച്ചവൻ്റെ വടി ഒടിഞ്ഞിരിക്കൊണ്ട് നീ സന്തോഷിക്കേണ്ട.
സർപ്പത്തിൻ്റെ വേരിൽ നിന്ന് ഒരണലി പുറപ്പെടും. അതിൻ്റെ ഫലം പറക്കുന്ന അഗ്നി സർപ്പമായിരിക്കും. 5369 അഥവാ 13 × 413. ആ വാക്യത്തിൻ്റെയും യെശയ്യാ പ്രവചനം 14:29 അക്ഷരസംഖ്യാവില 13ൻ്റെ ഗുണിതങ്ങളാണെന്നുള്ളത് 13 സാത്താനുമായുള്ള അഭേദ്യ ബന്ധത്തെ അരക്കിട്ടുറപ്പിക്കുകയാണ്. കൂടാതെ സാത്താനെ പ്രത്യക്ഷമായി സൂചിപ്പിക്കുന്ന സങ്കീർത്തനം 75:15, 3510, 13 × 270, വെളിപ്പാട് പുസ്തകം 9:11, 12090, 13 × 930, എഫേസ്യ ലേഖനം 2:2, ലൂക്കോസ് 10:18, എഫേസ്യർ 6:12 തുടങ്ങിയ വാക്യങ്ങളിലും 13 ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളത് ആരെയും വിസ്മയിപ്പിക്കുന്നതാണ്. ആദ്യം മുതൽ കൊലപാതകനും ഭോഷ്കു പറയുന്നവനും അവൻ്റെ അപ്പനും യോഹന്നാൻ 8:44 ആയ പിശാചിൻ്റെ സന്തതിയായ കയീൻ്റെ സന്തതി പരമ്പരയിലും 13ൻ്റെ പ്രേരണ പ്രകടമാണ്. ഉൽപ്പത്തി 4:16 മുതൽ 23 വരെയുള്ള കയീൻ്റെ തലമുറയിലെ വ്യക്തികളുടെ അക്ഷരസംഖ്യാമൂല്യം 2223 അഥവാ 13 × 9 × 9 ആദാം 45, കയീൻ 160, ഹാനോക്ക് 84, ഈരാദ് 284, മഹൂയേൽ 95, മെഥൂശയേൽ 777, ലാമേക്ക് 90, യാബാൽ 42, യൂബാൽ 48, തൂബൽ കയീൻ 598, ആകെ 2223. അവൾ ഗർഭം ധരിച്ച് കയീനെ പ്രസവിച്ചു. ഉൽപ്പത്തി 4:1. ആ വാക്യത്തിൻ്റെ സംഖ്യാമൂല്യവും 13ൻ്റെ ഗുണിതം തന്നെ. 13 × 124 1612. ശേത്തിൻ്റെ ജനനത്തിന് മുമ്പ് ആദാമിൻ്റെ ആയുസ് 130, 13 × 10. ഈ 130 വർഷവും കയീൻ മാത്രമാണ് ആദാമിൻ്റെ പുത്രനായി ജീവിച്ചിരുന്നതായി നാം തിരുവെഴുത്തുകളിൽ നിന്നും അറിയുന്നത്. 130 വയസ്സായപ്പോഴാണ് ആദാമിന് ശേത്ത് ജനിച്ചത്. ഉൽപ്പത്തി 5:3. ഉൽപ്പത്തി 10 15 മുതൽ 18 വരെ പറയപ്പെടുന്ന കനാന്റെയും 11 മക്കളുടെയും നാമാക്ഷരവിലയും 3211, 13 × 13 × 19, 13ൻ്റെ വർഗത്തെ തന്നെ ഉൾക്കൊള്ളുകയാണ്. ഇസ്മായേലിൻ്റെയും 12 പുത്രന്മാരുടെയും വംശാവലി, അബ്രഹാം കെതൂറ പാരമ്പര്യം, മിദ്യാൻ്റെ പുത്രന്മാർ എന്നിവയിലെല്ലാം 13 പ്രഭാവം ചെലുത്തിയിട്ടുണ്ട്. മഹാസർപ്പത്തെ കുറിക്കുന്ന ഡ്രാക്കോൺ എന്ന ഗ്രീക്ക് വാക്കിൻ്റെ സംഖ്യാവില 975, 13 × 75. വെളിപ്പാട് 12:3. യാക്കോബിൻ്റെ 13 മക്കളുടെ പേരുകൾ പഴയ നിയമത്തിലുണ്ട്. 12 ഗോത്രപിതാക്കന്മാരും ദീന എന്ന മകളും. യാക്കോബിൻ്റെ പിൻഗാമികൾ ഇസ്രായേൽ മക്കൾ എന്നറിയപ്പെട്ടു. ഉൽപ്പത്തി 46:8. ഇസ്രായേലിൻ്റെ 12 മക്കളിൽ നിന്ന് ആരംഭിച്ച രാഷ്ട്രമാണ് ഇസ്രായേൽ. യോസേഫിൻ്റെ 2 പുത്രന്മാരാണ് മനശ്ശെയും എഫ്രയീമും. യാക്കോബ് അവരെ സ്വന്തം മക്കളായി ദത്തെടുത്തു. മിസ്രയീമിൽ നിന്റെ അടുക്കൽ ഞാൻ വരും മുമ്പേ നിനക്ക് മിസ്രയീം ദേശത്ത് വെച്ച് ജനിച്ച 2 പുത്രന്മാരായ മനശ്ശെയും എഫ്രയീമും എനിക്കുള്ളവരായിരിക്കട്ടെ. രൂബേനും ശിമയോനും എന്ന പോലെ അവർ എനിക്കുള്ളവരായിരിക്കട്ടെ. ഉൽപ്പത്തി 48:5. തന്മൂലം യോസേഫ് പട്ടികയിൽ നിന്ന് ഒഴിവാകുകയും പകരം മനശ്ശെയും എഫ്രയീമും പട്ടികയിൽ ഉൾപ്പെടുകയും ചെയ്തു. അങ്ങനെ ഗോത്രസംഖ്യ 13 ജനസംഖ്യ എടുത്തപ്പോൾ സംഖ്യാപുസ്തകം 1 മുതൽ 46 വരെ ലേവ്യരെ എണ്ണിയില്ല. ലേവ്യരെ എണ്ണാത്തതുകൊണ്ടാണ് ഗോത്രസംഖ്യ 12 നിലകൊണ്ടത്. ആകെ 13 ഗോത്രങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും വ്യവഹാരത്തിൽ എല്ലായ്പ്പോഴും 12 ഗോത്രങ്ങളേ ഉള്ളൂ. കനാനെ വിഭജിച്ചത് 12 ഗോത്രങ്ങൾക്കായിരുന്നു. ലേവിക്ക് ഒരു പ്രത്യേക പങ്ക് നൽകിയില്ല. മറ്റ് ഗോത്രങ്ങളുടെ ഇടയിൽ ചെറിയ ചെറിയ ഓഹരികളായിരുന്നു അവർക്ക് കൊടുത്തത്. 12 ആയിരുന്നുവെങ്കിൽ ഭരണപരമായ ഒരേകതാനത ദൃശ്യമാകുമായിരുന്നു. പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല. ഒരിടത്തു പോലും അവർ മത്സരിക്കാതിരുന്നതായി നമുക്ക് തിരുവെഴുത്തുകളിൽ കാണാൻ കഴിയുകയില്ല. ഗോത്രങ്ങളുടെ പട്ടിക കൊടുക്കുന്നിടത്തെല്ലാം 12 ഗോത്രങ്ങളുടെ പേരെ കാണാനുള്ളൂ. ആ പേരുകളിൽ പോലും ഒരൈക്യരൂപ്യം ഇല്ല. ആവർത്തനം 33 ശിമയോൻ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു. വെളിപ്പാട് 7 യോസേഫിനെയും ലേവിയെയും ചേർത്ത് ദാനിനെയും എഫ്രയീമിനെയും വിട്ടുകളഞ്ഞു. പൊതുവെ ലേവിയാണ് ഒഴിവാക്കപ്പെട്ട് കാണുന്നത്.
മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ ഗോത്രങ്ങളെ എണ്ണിയപ്പോൾ അവരുടെ പ്രഭുക്കന്മാരായി 12 പേരെയാണ് നിയമിച്ചത്. യോസേഫിന് പകരം എഫ്രയീമിനെയും മനശ്ശെയെയും ഉൾപ്പെടുത്തി. എന്നാൽ ലേവിയെയും ലേവി ഗോത്രത്തിന്റെ പ്രഭുവായ അഹരോനെയും ഒഴിവാക്കി. സംഖ്യ 1, 5 മുതൽ 16 വരെ. അഹരോന്റെ പൗരോഹിത്യത്തിനെതിരെ മത്സരമുണ്ടായപ്പോൾ സംഖ്യ 16, 1 മുതൽ 47 വരെ 12 ഗോത്രപ്രഭുക്കന്മാരോടും ഓരോ വടി വീതം മോശയുടെ അടുക്കൽ കൊണ്ടുവരാൻ യഹോവ ആവശ്യപ്പെട്ടു. ഓരോ പ്രഭുവിൻ്റെയും പേർ അവൻ്റെ വടിമേലെഴുതി. ലേവി ഗോത്രത്തിൻ്റെ പ്രഭുവായി അഹരോൻ തൻ്റെ വടി കൊണ്ടുവന്നു. 12 വടികളുടെ കൂട്ടത്തിൽ അഹരോന്റെ വടിയും വെച്ചു. 12 പ്രഭുക്കന്മാർക്കും അഹരോനുമായി 13 വടികൾ. മത്സരത്തിൻ്റെ സംഖ്യ. മോശ വടികളെ സാക്ഷ്യകൂടാരത്തിൽ യഹോവയുടെ സന്നിധിയിൽ വെച്ചു. പിറ്റേന്നാൾ രാവിലെ മോശെ സാക്ഷ്യകൂടാരത്തിൽ കടന്നപ്പോൾ അഹരോന്റെ വടി തളിർത്ത് പൂത്ത് ബദാം ഫലം കായ്ച്ചിരുന്നു. ഓരോ പ്രഭുവും താൻ്റെ വടി നോക്കിയെടുത്തു. യഹോവ മോശയോട് പറഞ്ഞു, അഹരോന്റെ വടി മത്സരികൾക്ക് ഒരടയാളമായി സൂക്ഷിക്കേണ്ടതിന് സാക്ഷ്യത്തിന്റെ മുമ്പിൽ തിരികെ കൊണ്ടുവരിക. സംഖ്യ 17:10. കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ നിഴൽ അഹരോന്റെ വടിയുടെ തളിർപ്പിൽ കാണാം. അഹരോൻ മോശയുടെ അടുക്കൽ കൊണ്ടുവന്നത് ഒരു ഉണങ്ങിയ വടിയായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ആ വടി തളിര്, പൂവ്, ബദാം ഫലം എന്നിവയോടുകൂടെ ജീവനുള്ള വടിയായി. അഹരോന്റെ പൗരോഹിത്യത്തിനെതിരെ മത്സരിച്ചവർക്ക് അതൊരു സാക്ഷിയായിരുന്നു. ക്രിസ്തുവിനെ നിരസിച്ച് ക്രൂശിൽ കൊന്നവർക്ക് ഒരു സാക്ഷ്യമായിരുന്നു ക്രിസ്തുവിന്റെ പുനരുത്ഥാനം. വാഗ്ദത്ത നാടായ കനാൻ വിഭജിച്ചത് 13ആയിട്ടായിരുന്നു. ലേവ്യർക്ക് പ്രത്യേക അവകാശം നൽകിയില്ല. എന്നാൽ മനശ്ശെ ഗോത്രത്തിന് 2 ഓഹരി നൽകി. ഒന്ന് യോർദാന് കിഴക്കും മറ്റൊന്ന് യോർദാന് പടിഞ്ഞാറുമായിരുന്നു. ഇത് ഇസ്രായേൽ മക്കളുടെ മത്സരത്തിന്റെ പ്രതീകമാണ്. മോശ ജീവനോടിരിക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മോശ യോശുവയെ വിളിച്ച് എല്ലാ ഇസ്രായേലും കാണുക അവനോട് പറഞ്ഞതെന്തെന്നാൽ, ബലവും ധൈര്യവുമുള്ളവനായിരിക്കുക. യഹോവ ഈ ജനത്തിന് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് നീ അവരോടുകൂടെ ചെല്ലും. അതിനെ അവർക്ക് വിഭാഗിച്ചു കൊടുക്കും. ആവർത്തനം 31:7. മോശയുടെ മരണശേഷം ദേശത്തെ 13ആയി വിഭജിച്ചത് അവരുടെ മത്സരത്തിന്റെ പ്രതിഫലനമായിരുന്നു. ജനസംഖ്യ എടുത്തതിന് ശേഷം ആദ്യജാതന്മാർക്ക് പകരം യഹോവ ലേവ്യരെ എടുത്തു. ഇസ്രായേൽ മക്കളിൽ ആദ്യജാതന്മാർ 22,273 ആയിരുന്നു. എന്നാൽ ലേവ്യരിൽ 1 മാസവും അതിനുമേലും പ്രായമുള്ള ആണുങ്ങൾ 22,000 ആയിരുന്നു. ലേവ്യരുടെ എണ്ണത്തിനധികമായി ഉണ്ടായിരുന്ന ഇസ്രായേൽ മക്കളുടെ ആദ്യജാതന്മാർ 273 പേർ. അഥവാ 22,273 നിന്നും 20,000 കുറയ്ക്കുമ്പോൾ 273 കിട്ടുന്നു. 273 പേർക്ക് വീണ്ടെടുപ്പ് വിലയായി 5 ശേക്കൽ വീതം കൊടുക്കേണ്ടിയിരുന്നു. സംഖ്യ 3-ാം അധ്യായം 39 മുതൽ 51 വരെ. 273ന്റെ ഒരു ഘടകമാണ് മത്സര സൂചകമായ 13. 21 × 13 = 273. മറ്റൊരു രസകരമായ വസ്തുത, ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്നും പുറപ്പെട്ട ശേഷം യോർദാനിലെത്തുന്നതുവരെ ചെയ്ത പാപങ്ങളുടെ എണ്ണം 21 പുറപ്പാട്, ലേവ്യ, സംഖ്യാപുസ്തകങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. ഇസ്രായേൽ മക്കളുടെ സഹജന്യ സ്വഭാവമായ മത്സരവും അഥവാ 13, അവർ മരുഭൂമിയിൽ ചെയ്ത പാപപ്രവൃത്തികളുടെ എണ്ണവും 21, വീണ്ടെടുപ്പ് വില കൊടുക്കേണ്ടി വന്ന ആദ്യജാതന്മാരുടെ എണ്ണത്തിൽ 273 അത് വ്യക്തമായി നിഴലിച്ചു. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 12 ന്യായാധിപന്മാരുണ്ട്. എന്നാൽ രാജാവെന്ന് നാമകരണം ചെയ്യപ്പെട്ട അബിമേലെക്ക് എന്ന ഒരുവനെ കൂടി നാം വായിക്കുന്നുണ്ട്. ദേശവാസികളെ കൊണ്ട് രാജാവിനെ നിയമിക്കുവാൻ പ്രേരിപ്പിച്ചവനാണ് ഇവൻ. അതിൻ്റെ ഫലമോ അരാജകത്വമായിരുന്നു. ന്യായാധിപന്മാരെ രക്ഷകന്മാരായി എഴുന്നേൽപ്പിച്ചത് വിശ്വാസത്യാഗത്തിൻ്റെയും മത്സരത്തിൻ്റെയും കാലത്തായിരുന്നു. തന്മൂലം 12 ന്യായാധിപന്മാരുടെ നാമാക്ഷരവില 3848. 8 × 13 × 37 പ്രസ്തുത 2 കാര്യങ്ങളെയും സൂചിപ്പിക്കുന്ന 8, 13 എന്നീ സംഖ്യകൾ ഘടകങ്ങളോടുകൂടിയതാണ്. ശലോമോന്റെ മരണശേഷം ഇസ്രായേൽ, യഹൂദ എന്നിങ്ങനെ 2 രാഷ്ട്രങ്ങളായി പിരിഞ്ഞു. യഹൂദയിൽ 20 പേർ ഭരണം നടത്തിയിട്ടുണ്ട്. ദാവീദിന്റെ വംശത്തിൽ ഉൾപ്പെടാത്ത അഥല്യ എന്ന സ്ത്രീ ഉൾപ്പെടെ 20 പേർ ഭരണം നടത്തിയതിൽ 13 പേർ വിശ്വാസത്യാഗത്തിന്റെ സംഖ്യ ജനങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റി. ശേഷിച്ച 7 പേർ നല്ല ഭരണാധിപന്മാരായിരുന്നു. ആസ BC 911 മുതൽ 870 വരെ, യഹോശാഫാത്ത് BC 870 മുതൽ
848 വരെ. അമസ്യാവ് BC 796 മുതൽ 769 വരെ. ഉസ്സിയാവ് BC 767 മുതൽ 740 വരെ. യോഥാം BC 750 മുതൽ 732 വരെ. ഹിസ്കിയാവ് BC 716 മുതൽ 687 വരെ. യോശിയാവ് BC 640 മുതൽ 609 വരെ. എന്നിവരാണ് യഹൂദ ഭരിച്ചിരുന്ന നല്ല രാജാക്കന്മാർ. യൊരോബെയാം മുതൽ ഹോശിയ വരെയുള്ള 19 രാജാക്കന്മാരാണ് ഇസ്രായേൽ വാണത്. എന്നാൽ ഇവരിൽ ഒരുവൻ പോലും ദൈവത്തെ പ്രസാദിപ്പിച്ചില്ല. 19 രാജാക്കന്മാരുടെയും പേരുകളുടെ അക്ഷരവില തന്നെ ഈ സത്യം പ്രദ്യോതിപ്പിക്കുന്നതാണ്. 3900 13 ഇസ്രായേലിലും യഹൂദയിലുമായി 13 ഭരണകർത്താക്കളുടെ വധം നടന്നിട്ടുണ്ട്. ഈ 13 പേരിൽ 12 രാജാക്കന്മാരും ഒരു രാജ്ഞിയും അഥല്യയും ഉൾപ്പെടുന്നു. ശൗൽ രാജാവിൻ്റെ മരണം ആത്മഹത്യയാണ്. അഗ്രചർമ്മികളുടെ കയ്യിൽ വീഴാതിരിക്കാൻ വേണ്ടി ശൗൽ സ്വന്തം വാളിന്മേൽ വീണു മരിച്ചു. 1 ശമൂവേൽ 31:4. ആഹാബിൻ്റെ ഭാര്യയായ ഇസബേലിൻ്റെ മരണം വധമായിരുന്നു. 2 രാജാക്കന്മാർ 9:30 മുതൽ 37 വരെ. ഈസബേൽ രാജകീയ അധികാരം കയ്യിലെടുത്തിരുന്നുവെങ്കിലും അവൾക്ക് രാജത്വമില്ലായിരുന്നു. വധിക്കപ്പെട്ട ഈസബേലും അഥല്യയും അമ്മയും മകളുമായിരുന്നു എന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ഈശ്ബോശേത്തിനെ ഭൃത്യന്മാർ കൊന്നു. നാദാബിനെ ബയശ കൊന്നു. സിമ്രി ഏലയെ വധിച്ചു. ഒമ്രി തിബ്നിയെ കൊന്നു. യേഹു യഹോരാമിനെ കൊന്നു. യേഹു അഹസ്യാവിനെ കൊന്നു. സൈന്യാധിപന്മാർ അഥല്യയെ കൊന്നു. യോവാശിനെ ഭൃത്യന്മാർ കൊന്നു. അമസ്യാവിനെ ഭൃത്യന്മാർ കൊന്നു. ശല്ലൂം സെഖര്യാവിനെ കൊന്നു. മെനഹേം ശല്ലൂമിനെ കൊന്നു. പേക്കഹ് പെക്കഹ്യാവിനെ കൊന്നു. ഹോശയ്യ പേക്കഹിനെ കൊന്നു. അങ്ങനെ 13 വധങ്ങൾ. ശലോമോൻ രാജാവ് 7 വർഷം കൊണ്ട് ദൈവാലയം പണിതു. അനന്തരകാലത്ത് ശലോമോൻ ദൈവത്തിനെതിരെ മത്സരിയായി തീർന്നു. സ്വന്തം കൊട്ടാരം നിർമ്മിക്കുന്നതിന് 13 വർഷം വേണ്ടി വന്നു എന്നത് ശലോമോന് സംഭവിച്ച വിശ്വാസത്യാഗത്തിന് നിദർശനമാണ്. 1 രാജാക്കന്മാർ 11:6. ചതിപ്രയോഗത്താൽ യഹൂദന്മാരെ നശിപ്പിക്കാനായി ഹാമാൻ ചീട്ടിട്ടു. ഇത് ചെയ്തത് മാസത്തിന്റെ 13-ാം ദിവസവും അഹശ്വരേശിന്റെ വാഴ്ചയുടെ 13-ാം ആണ്ടുമായിരുന്നു. ദൈവജനത്തെയും വാഗ്ദത്ത സന്തതിയെയും മുടിക്കാനുള്ള ശത്രുവിന്റെ ഹീന പ്രവൃത്തിയായിരുന്നു ഇത്. ആദാർ മാസമായ 12-ാം മാസം 13-ാം തീയതി തന്നെ സകല യഹൂദന്മാരെയും ആബാലവൃദ്ധം കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൂടെ നശിപ്പിച്ച് കൊന്നുമുടിക്കുകയും അവരുടെ വസ്തുവക കൊള്ളയിടുകയും ചെയ്യണമെന്ന് രാജാവിൻ്റെ സകല സംസ്ഥാനങ്ങളിലേക്കും അഞ്ചൽക്കാർ വശം എഴുത്തയച്ചു. എസ്തേർ 3-ാം അധ്യായം 13-ാം വാക്യം. പുതിയ നിയമത്തിലെ 26-ാമത്തെ പുസ്തകമായ യൂദ എഴുതിയ ലേഖനം വിശ്വാസത്യാഗത്തിൻ്റെ വർണ്ണനയാണ്. ഇസ്രായേൽ മക്കൾക്ക് ഭക്ഷണ നിയമം നൽകിയപ്പോൾ അശുദ്ധമായ 26 മാംസങ്ങളുടെ പട്ടികയാണ് നൽകിയത്. അവ ഒട്ടകം, മുയൽ, കുഴിമുയൽ, പന്നി, കടൽറാഞ്ചൻ, ചെമ്പരുന്ത്, കഴുകൻ, ചെങ്ങാലിപ്പരുന്ത്, ഗൃദ്ധം, അതത് വിധം പരുന്ത്, അതത് വിധം കാക്ക, ഒട്ടകപക്ഷി, പുള്ള്, കടൽക്കാക്ക, അതത് വിധം പ്രാപ്പിടിയൻ, നത്ത്, കൂമൻ, മൂങ്ങ, വേഴാമ്പൽ, കുടുംബച്ചാത്തൻ, നീർക്കാക്ക, പെരുഞ്ഞാറ, അതത് വിധം കൊക്ക്, കുളക്കോഴി, നരിച്ചീർ, ചിറകുള്ള ഇഴജാതി എന്നിവയത്രേ. ആവർത്തനം 14:7 മുതൽ 19 വരെ. മർക്കോസ് 7-ാം അധ്യായം 21 മുതൽ 22 വരെയുള്ള വാക്യത്തിൽ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന 13 അശുദ്ധികളെ കർത്താവ് വെളിപ്പെടുത്തി. ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കാമം, വിടക്കുകണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത. ഇവയെല്ലാം അകത്തുനിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു. ദുഷ്ടതയെ കുറിക്കുന്ന പുളിച്ച മാവ് എന്നർത്ഥമുള്ള സ്യൂമി എന്ന ഗ്രീക്ക് പദം പുതിയ നിയമത്തിൽ 13 പ്രാവശ്യം കാണപ്പെടുന്നു. മത്തായി 13:33, 16:6, 11, 12, മർക്കോസ് 8:15, ലൂക്കോസ് 12:1, 13:21, 1 കൊരിന്ത്യർ 5:6, 7:8, ഗലാത്യർ 5:9. സ്യൂമി എന്ന ഗ്രീക്ക് പദത്തിന്റെ സംഖ്യാവിലയം 13-നാൽ മുദ്രിതമാണ്. സീറ്റ 7, ഉപ്സിലോൺ 400, മ്യൂ 40, ഈറ്റ 8. ആകെ 455. 13 × 35. ഹിന്നോൻ താഴ്വരയെക്കുറിച്ചുള്ള പരാമർശങ്ങളും 13 തന്നെയാണ്.
അമ്മോന്യരുടെ മ്ലേച്ഛ വിഗ്രഹമായ മോലേക്കിന് ശലോമോൻ പൂജാഗിരി പണിതത് അവിടെയായിരുന്നു. 1 രാജാക്കന്മാർ 10:7. പ്രസ്തുത താഴ്വരയിൽ ദേവന്മാർക്കുള്ള യാഗാർപ്പണമായി ശിശുക്കളെ അഗ്നിക്കിരയാക്കിയിരുന്നു. ഇതിൽ നിന്നുമാണ് ഭാവിയിൽ പാപികളെ തീപ്പൊയ്കയിൽ ഇടുന്നതിനെ കുറിക്കുന്ന ഗേഹന്ന അഥവാ ഗിഹിന്നോം എന്ന പേര് വന്നത്. ഹിന്നോൻ താഴ്വരയെക്കുറിച്ച് പഠിക്കാൻ ഇനി പറയുന്ന 13 വാക്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. യോശുവ 15:8, 18, 18:16, 2 രാജാക്കന്മാർ 23:10, 2 ദിനവൃത്താന്തം 28:3, 33:6, നെഹമ്യാവ് 11:30, ഇരമ്യാവ് 7-ാം അധ്യായം 31, 32, 21-ാം അധ്യായം 2, 6, 32-ാം അധ്യായം 35-ാം വാക്യം. മഹാസർപ്പത്തെ കുറിക്കുന്ന ഡ്രാക്കോൻ എന്ന ഗ്രീക്ക് പദം വെളിപ്പാടിൽ 13 സ്ഥാനങ്ങളിലുണ്ട്. വെളിപ്പാട് 12:3, 4, 7, 9, 13, 16, 17, 13-ാം അധ്യായം 2, 4, 11, 16-ാം അധ്യായം 13, 20-ാം അധ്യായം 2-ാം വാക്യം. യോശുവ 23-ൽ നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന് 13 പ്രാവശ്യം യോശുവ ഇസ്രായേലിനോടായി പറഞ്ഞു. യോശുവ 23:3, 3, 5, 5, 8, 10, 11, 13, 13, 14, 15, 15, 16. കളിയാക്കുക, പരിഹസിക്കുക എന്നീ അർത്ഥങ്ങളുള്ള എംപൈഡ്സോ എന്ന ഗ്രീക്ക് വാക്ക് പുതിയ നിയമത്തിൽ 13 പ്രാവശ്യം പ്രയോഗിച്ചിട്ടുണ്ട്. മത്തായി 2:16, 20:19, 27:29, 31, 41, മർക്കോസ് 10:34, 15:20, 31, ലൂക്കോസ് 14:29, 18:32, 22:63, 23:11, 36. ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള 13 ക്ഷാമങ്ങളുണ്ട്. അബ്രഹാമിൻ്റെ കാലത്ത് കനാനിൽ, ഇസഹാക്കിൻ്റെ കാലത്ത് കനാനിൽ, യോസേഫിൻ്റെ കാലത്ത് ഭൂതലം മുഴുവൻ, ന്യായാധിപന്മാരുടെ കാലത്ത്, ദാവീദിൻ്റെ കാലത്ത് 3 വർഷം തുടരെ, ആഹാബിൻ്റെയും ഏലിയ പ്രവാചകന്റെയും കാലത്ത്, ഏലിശയുടെ കാലത്ത് ഗിൽഗാലിൽ, അരാം രാജാവായ ബെൻഹദദ് ശമരിയെ വളഞ്ഞപ്പോൾ, ഏലിശയുടെ കാലത്ത് കനാനിൽ, ബാബേൽ രാജാവായ നെബുക്കദ്നേസർ യെരുശലേം നഗരം നിരോധിച്ചപ്പോൾ, പ്രവാസാനന്തരം കനാനിൽ, ക്രിസ്തു പറഞ്ഞ ഉപമയിൽ, ക്ലൗദ്യോസ് കൈസറിൻ്റെ കാലത്ത്. അങ്ങനെ 13 ക്ഷാമങ്ങൾ. മനുഷ്യനിർമ്മിതമായ 13 ഗോപുരങ്ങളുടെ പേരുകൾ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവയിൽ ഒന്നാമത്തേത് ദൈവത്തോട് മത്സരിച്ച് മനുഷ്യൻ നിർമ്മിക്കുവാൻ ശ്രമിച്ച ബാബേൽ ഗോപുരമാണ്. ദൈവം നേരിട്ടിടപെട്ട് ഭാഷ കലക്കിക്കളഞ്ഞത് നിമിത്തം ഗോപുരത്തിൻ്റെ പണി പൂർത്തിയായില്ല. ഒടുവിലത്തേത് തകർന്ന ഗോപുരത്തിൻ്റെ പേരാണ്. പുതിയ നിയമത്തിൽ പേർ പറഞ്ഞിട്ടുള്ളതും മനുഷ്യനിർമ്മിതവുമായ ഏക ഗോപുരവുമാണത്. ശിലോഹോം ഗോപുരം വീണു മരിച്ചവർ 18, ലൂക്കോസ് 13:14. 13 ഗോപുരങ്ങളുടെ പേരുകൾ ഇവയൊക്കെയാണ്: ബാബേൽ ഗോപുരം, ഏദർ ഗോപുരം, പെനുവേൽ ഗോപുരം, ഷേഖേം ഗോപുരം, ചൂളകളുടെ ഗോപുരം, ഹമ്മേയ ഗോപുരം, ഹനനയേൽ ഗോപുരം, ദാവീദിൻ ഗോപുരം, ലെബാനോൻ ഗോപുരം, ബെന്യാമീൻ ഗോപുരം, സെവേന ഗോപുരം, യെരുശലേം ഗോപുരം, ശിലോഹോം ഗോപുരം. ദൈവത്തിൻ്റെ പ്രവൃത്തികളിൽ ഒന്നാണ് ന്യായവിധി. ദൈവനീതിയുടെ പ്രകാശനമാണത്. എന്നാൽ യഹോവ എന്നേക്കും വാഴുന്നു. ന്യായവിധിക്ക് അവൻ സിംഹാസനം ഒരുക്കിയിരിക്കുന്നു. അവൻ ലോകത്തെ നീതിയോടെ വിധിക്കും, ജാതികൾക്ക് നേരോടെ ന്യായപാലനം ചെയ്യും. സങ്കീർത്തനം 9:7-9 വരെ. ലോകാവസാനത്തിൽ ഒരേ ഒരു ന്യായവിധി നടക്കും എന്ന ധാരണയാണ് അനേകം ക്രൈസ്തവർക്കുമുള്ളത്. എന്നാൽ വ്യത്യസ്ത കാലങ്ങളിൽ നടക്കുന്ന 13 ന്യായവിധികളെക്കുറിച്ചുള്ള വിവരണം തിരുവെഴുത്തുകളിലുണ്ട്. ന്യായവിധിക്ക് വിധേയരാകുന്ന വ്യത്യസ്ത ഗണങ്ങളെ ഏക മാനദണ്ഡത്തിൽ വിധിക്കുന്നത് നീതിപൂർവമല്ല. അതിനാലത്രേ ന്യായവിധികളുടെ വൈവിധ്യം. പ്രധാന ന്യായവിധികൾ ഇവയാണ്: 1. ക്രൂശിലെ ന്യായവിധി. 2. വിശ്വാസിയുടെ സ്വയം വിധിക്കൽ. 3. കർത്താവിൻ്റെ ബാലശിക്ഷ. 4. സഭയുടെ വിധി അഥവാ അച്ചടക്ക നടപടി. 5. വിശ്വാസികളുടെ സൽപ്രവൃത്തികൾക്കുള്ള ന്യായവിധി. 6. ബാബിലോണിൻ്റെ ന്യായവിധി. 7. മൃഗം, കള്ളപ്രവാചകൻ, അവരുടെ സൈന്യം എന്നിവരുടെ വിധി. 8. മഹാപീഡനകാല രക്തസാക്ഷികളുടെ ന്യായവിധി. 9. പഴയ നിയമ വിശുദ്ധന്മാരുടെ ന്യായവിധി. 10. ജീവനോടിരിക്കുന്ന ഇസ്രായേല്യരുടെ ന്യായവിധി.
11 ജീവനോടിരിക്കുന്ന ജാതികളുടെ ന്യായവിധി. 12 സാത്താന്റെയും ദൂതന്മാരുടെയും ന്യായവിധി. 13 വെള്ളസിംഹാസന ന്യായവിധി. ഇവയിൽ ഒന്നാമത്തേത് കഴിഞ്ഞതും 2 മുതൽ 4 വരെ വിശ്വാസികളുടെ അനുദിന ജീവിതത്തിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നതും ഒടുവിലത്തെ 9 ഭാവികവുമാണ്. ആദ്യത്തെ 5 ന്യായവിധികൾക്കും വിധേയർ വിശ്വാസികളാണ്. 1 ക്രൂശിലെ ന്യായവിധി. കാലം AD 33. സ്ഥലം കാൽവറി. ഫലം ക്രിസ്തുവിന്റെ മരണവും വിശ്വാസിയുടെ നീതീകരണവും. ക്രിസ്തു ക്രൂശിക്കപ്പെട്ടപ്പോൾ മനുഷ്യന്റെ പാപത്തിന്റെ ശിക്ഷ ദൈവം ക്രിസ്തുവിൽ നടത്തുകയായിരുന്നു. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. 2 കൊരിന്ത്യർ 5:21. നാം എല്ലാവരും ആടുകളെപ്പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തനും താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. യെശയ്യാ പ്രവചനം 53:6. ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്ന സമയം ഒരു വ്യക്തിയിലെ ആദാമ്യ പാപ സ്വഭാവം ക്രിസ്തുവിനോടൊപ്പം ക്രൂശിക്കപ്പെടുന്നു. അതുകൊണ്ടിപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയും ഇല്ല. റോമാലേഖനം 8:1. 2 സ്വയം വിധിക്കുക. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. 1 കൊരിന്ത്യർ 11:31. ഒരു ദൈവ പൈതൽ ജീവിതത്തിൽ സംഭവിക്കുന്ന ബലഹീനതകൾ പരിശോധിച്ചപ്പോഴപ്പോൾ പരിഹാരം കാണേണ്ടതാണ്. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അത് ചെയ്യണം. എബ്രായർ 4:12-13. ചിന്തകളും വിചാരങ്ങളും വാക്കുകളും പ്രവൃത്തിയും വിശ്വാസി ശോധന ചെയ്യേണ്ടതാണ്. 2 കൊരിന്ത്യർ 10:5, മത്തായി 12:36. അപ്രകാരം ചെയ്യുന്നതുകൊണ്ട് ക്രിസ്തു എല്ലായ്പ്പോഴും നമ്മുടെ ശരീരത്തിൽ മഹിമപ്പെടും. ഗലാത്യർ 6:4. ഫിലിപ്പർ 1:20. 1 കൊരിന്ത്യർ 8:27. ഒരു വിശ്വാസി സ്വയം വിധിച്ചില്ലെങ്കിൽ ദൈവം ഇടപെടുകയും ബാലശിക്ഷ നൽകുകയും ചെയ്യും. 3 കർത്താവിൻ്റെ ബാലശിക്ഷ. വിധിക്കപ്പെടുന്നു എങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. 1 കൊരിന്ത്യർ 11:32. തെറ്റിൽ വീണുപോകുന്ന ദൈവ പൈതലിനെ പിതാവ് പുത്രനെ എന്ന വണ്ണം ദൈവം ശിക്ഷിക്കുന്നു. വിശുദ്ധിയിൽ തികഞ്ഞവരാകേണ്ടതിന് നമ്മുടെ ഗുണത്തിനും ആത്മീയ വർധനയ്ക്കും വേണ്ടിയാണ് ദൈവം ശിക്ഷിക്കുന്നത്. എബ്രായലേഖനം 12:6-9 വരെ. ബാലശിക്ഷയുടെ ഫലമായി പരിശോധനകളും രോഗം, ബലഹീനത തുടങ്ങിയവയും ഉണ്ടാകാം. 1 പത്രോസ് 1:7, 1 കൊരിന്ത്യർ 11:30. 4 സഭയുടെ വിധി. സഭാംഗങ്ങളെ വിധിക്കാനുള്ള അധികാരം സഭയ്ക്കുണ്ട്. കർത്താവിൽ സഭയെടുക്കുന്ന ശിക്ഷണ നടപടിയാണിത്. 1 കൊരിന്ത്യർ 5:3-5 വരെ. ക്രിസ്തു നൽകിയ നിയോഗമാണ് ഈ ശിക്ഷണത്തിന്റെ മാനദണ്ഡം. മത്തായി 18:15-18 വരെ. ഭിന്നതകളെ പറഞ്ഞൊതുക്കുകയും പ്രബോധിപ്പിക്കുകയും പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന സഹോദരനെ അകറ്റിവിടുകയും ചെയ്യണം. 2 തെസ്സലോനിക്കർ 3:6. 1 കൊരിന്ത്യർ 6:4-7 വരെയുള്ള വാക്യങ്ങൾ. 2 തെസ്സലോനിക്കർ 3:12. മത്തായി 18:15-18 വരെ. സഭയുടെ ശിക്ഷണം യഥാസ്ഥാപനം ലക്ഷ്യമാക്കിയുള്ളതായിരിക്കണം. ഗലാത്യർ 6:1. 5 വിശ്വാസികളുടെ പ്രവൃത്തികൾക്കുള്ള ന്യായവിധി. സഭയുടെ ഉൽപ്രാപണശേഷം സ്വർഗത്തിൽ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിലാണ് ഈ ന്യായവിധി നടക്കുന്നത്. 2 കൊരിന്ത്യർ 5:9-10 വാക്യങ്ങൾ. റോമാലേഖനം 14:10. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വിധിക്കപ്പെടുന്നത് വിശ്വാസികൾ മാത്രമാണ്. വിശ്വാസികളുടെ ജീവിതവും പ്രവൃത്തികളുമാണ് ന്യായവിധിയുടെ മാനദണ്ഡം. ന്യായവിധിയുടെ ഫലം പ്രതിഫലമോ പ്രതിഫല നഷ്ടമോ ആണ്. വെളിപ്പാട് പുസ്തകം 22:12. കിരീടങ്ങളും അധികാരവും പ്രശംസയും പ്രതിഫലങ്ങളിൽ ഉൾപ്പെടും. 5 കിരീടങ്ങളുണ്ട്. 1 ജീവകിരീടം. യാക്കോബ് 1:12. വെളിപ്പാട് 2:10. 2 തേജസ്സിന്റെ കിരീടം. 1 പത്രോസ് 5:4. 3 നീതിയുടെ കിരീടം. 2 തിമോത്തിയോസ് 4:7-8 വാക്യങ്ങൾ. 4 പ്രശംസാ കിരീടം. 1 തെസ്സലോനിക്കർ 2:19-20 വാക്യങ്ങൾ. 5 വാടാത്ത കിരീടം. 1 കൊരിന്ത്യർ 9:25-27 വരെ. വിശ്വാസി ഏൽപ്പിച്ച ചുമതലകൾ ശരിയായി നിർവഹിച്ചില്ലെങ്കിൽ പ്രതിഫലം നഷ്ടമാകും. ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും. എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. 1 കൊരിന്ത്യർ 3:15 6
ബാബിലോണിൻ്റെ ന്യായവിധി. ഒരു മതവ്യവസ്ഥ എന്ന നിലയിൽ തകർന്ന ബാബിലോൺ ആഗോള സ്വാധീനമുള്ള വാണിജ്യ ബാബിലോണായി വളരും. എന്നാൽ അതിൻ്റെ ഐശ്വര്യം ക്ഷണികമാണ്. 1 മണിക്കൂർ കൊണ്ട് അവളുടെ നാശം വരും. മാർഗീയ ബാബിലോണിൻ്റെയും രാഷ്ട്രീയ വാണിജ്യ ബാബിലോണിൻ്റെയും നാശമാണ് വെളിപ്പാട് 17-18 അധ്യായങ്ങളിൽ. 7. മൃഗം, കള്ളപ്രവാചകൻ, അവരുടെ സൈന്യം എന്നിവരുടെ ന്യായവിധി. മഹാപീഡനത്തിൻ്റെ അന്ത്യഘട്ടത്തിൽ സർവ്വഭൂതലത്തിലുമുള്ള രാജാക്കന്മാർ ഹർമഗദ്ദോൻ യുദ്ധത്തിന് കൂട്ടിച്ചേർക്കപ്പെടും. വെളിപ്പാട് 16 അധ്യായം 12 മുതൽ 16 വരെ. പലസ്തീനിലെ യഹൂദനെയും യെരുശലേമിനെയും പിടിക്കുകയാണ് അവരുടെ ലക്ഷ്യം. സെഖര്യാവ് 12 അധ്യായം 1 മുതൽ 9 വരെ, 13 അധ്യായം 8 മുതൽ 14 അധ്യായം 2 വരെ. അവർക്ക് വിജയം ഉറപ്പായ സമയത്ത് ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് സൈന്യവുമായി ഇറങ്ങിവരും. വെളിപ്പാട് 19-11 മുതൽ 16 വരെ. ഉടൻ സൈന്യമെല്ലാം ക്രിസ്തുവിന് നേരെ തിരിയും. ക്രിസ്തു തൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാൾ കൊണ്ട് സൈന്യത്തെ മുഴുവൻ നശിപ്പിക്കും. 2 തെസ്സലോനിക്കർ 1 അധ്യായം 7 മുതൽ 10 വരെ, 2 അധ്യായം 8 വരെ, വെളിപ്പാട് പുസ്തകം 19 അധ്യായം 21 വരെ. അനന്തരം മൃഗത്തെയും കള്ളപ്രവാചകനെയും പിടിച്ച് ജീവനോടെ തീപ്പൊയ്കയിൽ അടയ്ക്കും. വെളിപ്പാട് 19:19. ഇങ്ങനെ സഹസ്രാബ്ദ വാഴ്ചയുടെ രംഗം ഒരുങ്ങും. 8. മഹാപീഡനകാല രക്തസാക്ഷികളുടെ ന്യായവിധി. മഹാപീഡനകാലത്തെ രക്തസാക്ഷികൾ ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ ഉയർത്തെഴുന്നേൽക്കും. അവർക്കുള്ള പ്രതിഫലം ക്രിസ്തുവിനോടുകൂടെയുള്ള വാഴ്ചയായിരിക്കും. വെളിപ്പാട് പുസ്തകം 20 അധ്യായം 4 വാക്യം. 9. പഴയ നിയമ വിശുദ്ധന്മാരുടെ ന്യായവിധി. ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിലാണ് പഴയ നിയമ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുന്നത്. ഉടൻ തന്നെ അവർ വിധിക്കപ്പെടുകയും പ്രതിഫലം പ്രാപിക്കുകയും ചെയ്യും. അവരുടെ പ്രതിഫലം പ്രഭയാണ്, ദ ബ്രൈറ്റ്നസ്. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെയും എന്നുമെന്നേക്കും പ്രകാശിക്കും. ദാനിയേൽ പ്രവചനം 12 അധ്യായം 3 വാക്യം. 10. ജീവനോടിരിക്കുന്ന ഇസ്രായേല്യരുടെ ന്യായവിധി. ക്രിസ്തുവിൻ്റെ പുനരാഗമന സമയത്ത് ജീവനോടിരിക്കുന്ന ഇസ്രായേല്യർ ന്യായവിധിയിലൂടെ കടന്നുപോകും. രാജ്യത്തിൽ പ്രവേശിക്കുവാൻ ഇവർ യോഗ്യരാണോ എന്ന് നിശ്ചയിക്കുന്ന വിധിയാണത്. വിശ്വസ്തർക്ക് മറ്റു പ്രതിഫലങ്ങളും ലഭിക്കും. താലന്തുകളുടെ ഉപമയിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യായവിധിയുടെ സ്ഥലം പലസ്തീനിലെ മരുഭൂമിയാണ്. യെഹെസ്കേൽ പ്രവചനം 20 അധ്യായം 35 മുതൽ 38 വരെ. 11. ജീവനോടിരിക്കുന്ന ജാതികളുടെ ന്യായവിധി. ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിൽ ജീവനോടിരിക്കുന്ന ജാതികൾ യഹോശാഫാത്ത് താഴ്വരയിൽ തേജസ്സിൻ്റെ സിംഹാസനത്തിൻ്റെ മുമ്പിൽ വിധിക്കപ്പെടും. യോവേൽ 3 അധ്യായം 1 മുതൽ 2 വരെ. മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കും. സകല ജാതികളെയും അവൻ്റെ മുമ്പിൽ കൂട്ടും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ചു. മത്തായി 25, 31, 32 വാക്യങ്ങൾ. രാജ്യത്തിൻ്റെ സുവിശേഷത്തിൻ്റെ നേർക്കും അത് പ്രസംഗിക്കുന്നവരുടെ നേർക്കുമുള്ള ജാതികളുടെ മനോഭാവമാണ് ന്യായവിധിയുടെ മാനദണ്ഡം. മത്തായി 25, 40, 44 വാക്യങ്ങൾ. ന്യായവിധിയുടെ ഫലമായി നീതിമാന്മാർ സഹസ്രാബ്ദ രാജ്യത്തിൽ പ്രവേശിക്കും. നീതികെട്ടവർ രാജ്യത്തിന് പുറത്ത് തള്ളപ്പെടുകയും അന്ത്യ ന്യായവിധിക്കും അന്തിമനാശത്തിനും വിധേയരാവുകയും ചെയ്യും. മത്തായി 25, 34, 41, 46 വാക്യങ്ങൾ. 12. സാത്താന്റെയും ദൂതന്മാരുടെയും ന്യായവിധി. വെള്ളസിംഹാസന ന്യായവിധിയിലായിരിക്കും ഇത് നടക്കുന്നത്. പാപം ചെയ്ത ദൂതന്മാരെ നരകത്തിലാക്കി ന്യായവിധിക്കായി സൂക്ഷിച്ചിരിക്കുകയാണ്. 2 പത്രോസ് 2 അധ്യായം 4 വാക്യം. യൂദ 6 വാക്യം. സഹസ്രാബ്ദ വാഴ്ചക്കാലത്ത് സാത്താൻ താൽക്കാലിക ബന്ധനത്തിലാകും. 1000 വർഷത്തിനു ശേഷം അല്പകാലത്തേക്ക് സാത്താനെ തുറന്നുവിടും. ആ സമയത്ത് സാത്താൻ പുറപ്പെട്ട് ജാതികളെ ഒക്കെയും വഞ്ചിച്ച് പ്രിയ നഗരത്തെയും വിശുദ്ധന്മാരുടെ പാളയത്തെയും വളയുവാൻ അവരെ കൂട്ടിച്ചേർക്കും. വെളിപ്പാട് 20 അധ്യായം 7 മുതൽ 9 വരെ. എന്നാൽ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി അവരെ ദഹിപ്പിച്ചു കളയും. തുടർന്ന് സാത്താനെ വിധിച്ച് ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. വെളിപ്പാട് 20 അധ്യായം 9 വാക്യം. ഈ സമയത്ത് തന്നെയാകണം പാപം ചെയ്ത ദൂതന്മാരെയും വിധിക്കുന്നത്. നിത്യാഗ്നി ഒരുക്കപ്പെട്ടിരിക്കുന്നത് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കുമാണ്, മനുഷ്യർക്കല്ല.
മത്തായി 25 41 13 വെള്ളസിംഹാസന ന്യായവിധി. അന്ത്യന്യായവിധി എന്ന് പറയുന്നത് ഇതാണ്: ഭൂമിയുടെ അഗ്നിശുദ്ധീകരണത്തിനു ശേഷം നിത്യരാജ്യസ്ഥാപനത്തിനു മുമ്പായി ഇത് നടക്കും. മരിച്ച ദുഷ്ടന്മാരെല്ലാം വെള്ളസിംഹാസനത്തിനു മുൻപിൽ വിധിക്കപ്പെടും. ഇവിടെ വിധിക്കപ്പെടുന്നവർ എല്ലാവരും തീപ്പൊയ്കയിലേക്ക് തള്ളപ്പെടും. വെളിപ്പാട് പുസ്തകം 20 11 മുതൽ 15 വരെ. തീപ്പൊയ്ക രണ്ടാം മരണമാണ്. വെളിപ്പാട് പുസ്തകം 21 8 നരകദണ്ഡനം നിത്യദണ്ഡനമാണ്. മത്തായി 18 25 41 46, മർക്കോസ് 3 29 ഇത്രയുമാണ് 13 ന്യായവിധികളുടെ ഒരു ലഘു വിവരണം. യേശുവിനെ കാണിച്ചു കൊടുക്കുന്നതിന് മുമ്പായി മേശയ്ക്ക് ചുറ്റുമിരുന്നത് 13 പേരാണ്. അവരിൽ യൂദാ വെളിയിൽ പോയി കർത്താവിനെ കാണിച്ചു കൊടുത്തു. 12 പേർ ഒരുമിച്ചും ഒരുവൻ വേറിട്ടും. യേശുവിനെ ക്രൂശിൽ തറച്ചപ്പോൾ പരിഹാസരൂപേണ കർത്താവിന് നൽകിയ പേരായ നസറായനായ യേശുവിൻ്റെ സംഖ്യാവില 2197, അഥവാ 13 × 13 × 13 മത്സരത്തിൻ്റെ ഉച്ചാവസ്ഥയാണിത്. നമ്മുടെ പാപം മുഴുവൻ പാപം അറിയാത്തവന്മേലായി. തൻ്റെ ജനത്തിനു വേണ്ടി അവൻ പാപമായി. അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നും കൊണ്ട് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്യുകയാൽ തന്നെ. യെശയ്യാ പ്രവചനം 53 12 ദൈവത്തിന് നേരെ മനുഷ്യനെ മത്സരിയാക്കി മാറ്റിയ 13 നമുക്ക് വേണ്ടി പ്രായശ്ചിത്തയാഗമായി സ്വയം ഏൽപ്പിച്ച കർത്താവ് ഏറ്റെടുത്തു. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ശാപത്തെ കുറിക്കുന്ന അനാഥമ്മയുടെ വില 546, 13 × 42. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. ഗലാത്യലേഖനം 3 13 മത്സരത്തെയും തൽഫലമായുണ്ടായ ശാപത്തെയും സ്വന്തം ശിരസിൽ ചുമന്നൊഴിച്ചു. സകല സ്വർഗീയ അനുഗ്രഹങ്ങൾക്കും അവകാശിയാക്കി. വിശ്വാസിയുടെ നില ഭദ്രമാക്കി തീർത്തിരിക്കുകയാണ് നസറായനായ യേശു എന്ന് നമ്മെ ഓർപ്പിക്കുകയാണ് 13.